എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വിഭൂതി എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു തിരുനാള് തന്നെയുണ്ട്. എന്താ അർത്ഥം? വിഭൂതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഭൂതി ചാരം പൂശും. നിന്റെ നെറ്റിയില് ചാരം പൂശിക്കൊണ്ട് ഒരു വൈദികൻ പറയും, എന്ത്? മനുഷ്യ, നീ മണ്ണാവുന്നു. ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് മണ്ണായിട്ട് തീരും. നീ നിന്റെ ശരീരത്തിനുള്ളിലുള്ള ആത്മാവിനെ കുറിച്ചൊരു ശ്രദ്ധ വേണം. രണ്ടു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നിവർന്നു നിന്നേ, കണ്ണടച്ചോണം. കർത്താവേ, ഈ നാളുകളിൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ ശരീരം മണ്ണോട് മണ്ണായിട്ട് തീരും. ഇന്നല്ലെങ്കിൽ നാളെ 6 അടി മണ്ണിൽ എവിടെയെങ്കിലുമൊക്കെ ഒടുങ്ങും. കർത്താവേ, ഈ മണ്ണിൽ ഞാൻ ഈ ശരീരം അവശേഷിക്കുമ്പോഴും എൻ്റെ ആത്മാവിൽ ബലം പ്രാപിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, എൻ്റെ ആത്മാവിന് ബലം വേണം. മനുഷ്യ, നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് നീ മടങ്ങിപ്പോകുന്നു എന്നുള്ള ആ വലിയ ദൈവിക ആത്മീയ ചൈതന്യം ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ നിറയട്ടെ. ഓ കർത്താവേ, എന്നെ പഠിപ്പിക്കണമേ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ആ വരികൾ മനസ്സിലൊന്ന് ധ്യാനിച്ച് നിന്നോട് കർത്താവ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഹൃദയത്തിലൊന്ന് സ്വീകരിച്ചേ. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അനുതാപത്തിന്റെ കണ്ണുനീര് നിന്റെ ജീവിതത്തിൽ ഇന്നോളം വന്ന വഴികളെ തിരിച്ചറിയാൻ, തെറ്റുകൾ തിരുത്തി കണ്ണുനീര് ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ചു. കർത്താവേ, ഇതാ ഞാനൊരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ളൊരു തീരുമാനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി, കർത്താവേ, ഞാനിതാ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നു. എൻ്റെ ആത്മാവിന് ഞാൻ ശക്തി പകരുന്നു. ചേർന്ന് പ്രാർത്ഥിച്ചേ. മനുഷ്യ, നീ മണ്ണാകുന്നു. അറിയാവുന്നവർ ചേർന്ന് പാടിക്കേ. മണ്ണിലേക്ക് മണ്ണിലേക്കു മടങ്ങും ദൂരം